രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി പരാമർശത്തിൽ തിരിച്ചടിച്ച് പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ട. കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു. സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമ. സൈന്യത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറിയെന്ന ആരോപണത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചത്. 2022 ഡിസംബറിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് മാനനഷ്ട കേസിന് അടിസ്ഥാനം. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന കൈയടക്കി ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചു. 20 സൈനികരെ വധിച്ചു. പ്രധാനമന്ത്രി ചൈനയ്ക്ക് മുൻപിൽ കീഴടങ്ങിയെന്നും വിമർശനങ്ങൾ ഉന്നയിച്ചു. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവ കോടതിയിൽ നൽകിയ കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച അലഹബാദ് ഹൈക്കോടതി നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിലെത്തിയത്. കേസ് പരിഗണിച്ച കോടതി രാഹുലിനെ നിർത്തിപ്പൊരിച്ചു. 2000 ചതുരശ്ര കിലോമീറ്റർ കൈയടക്കിയെന്ന വിവരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആ സമയം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വിശ്വസനീയമായ വിവരം കിട്ടാതെ എങ്ങനെ ഇത്തരം പ്രസ്താവനകൾ നടത്തും? യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പറയാനാവില്ലെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് കുറ്റപ്പെടുത്തി. പൊതു താൽപര്യം മുൻനിർത്തിയാണ് സംസാരിച്ചതെന്ന് രാഹുലിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് വാദിച്ചു. 20 സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെ സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അഭിഭാഷകൻ ചോദിച്ചു. സംഘർഷമുണ്ടാകുമ്പോൾ ഇരുഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാകില്ലേ എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. ഇക്കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. സുപ്രീം കോടതി വിമർശനം BJP ആയുധമാക്കി. രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത തുലാസിലായെന്ന് വിമർശിച്ച മന്ത്രി കിരൺ റിജിജു രാജ്യത്തിനും സേനയ്ക്കും രാഹുലിന്റെ വാക്കുകൾ ദോഷമാകുമെന്നും കുറ്റപ്പെടുത്തി.